I'm so happy and proud to be here today. This Panchayat office is the largest Panchayat office complex in Kerala. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ പുൽപ്പള്ളിയിലെ പഞ്ചായത്ത് ഓഫീസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസായിട്ട് മാറിയിരിക്കുന്നു. It houses the Krishi Bhavan, the Veterinary Hospital, Community Health Center, Child Development Project Office and the KSEB in this building. ഈ ബിൽഡിങ്ങിൽ നമ്മുടെ വെറ്റിനറി വകുപ്പിന്റെ ഓഫീസുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രമുണ്ട്, നമ്മുടെ KSEBയുടെ ഓഫീസുണ്ട്, ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഓഫീസിൽ ഈ കെട്ടിടത്തിലുണ്ട്. Dilip Kumarji took me around and he showed me the ground floor. It made me feel very, very proud that you have built this. He said that it took 3.5 years to build, and I deeply congratulate all of you, each one who has put in an effort towards it. ദിലീപ് കുമാർ ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ എന്നെ കൊണ്ടു നടന്ന് കാണിച്ചിരുന്നു. 3.5 വർഷത്തോളമുള്ള കഠിന പ്രയത്നമാണ് ഈ കെട്ടിടത്തിന്റെ പിന്നിലുള്ളത്. അതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അഭിമാനം കൊള്ളുകയാണ്. This integrated office with many services under one roof will give you a lot of facilities and much easier access to the services you are being provided. ഈ കെട്ടിടത്തിൽ എല്ലാ വകുപ്പുകളെയും ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതിന് അത് ഏറ്റവും എളുപ്പം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. The Pulpalli Panchayat has taken so many novel initiatives that you should be proud of. പുൽപ്പള്ളി പഞ്ചായത്ത് ഒട്ടേറെ പുതിയ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് അത്. The mobile veterinary hospital, vertical farming, നമ്മുടെ ഈ മൃഗശാലയ്ക്ക് വേണ്ടിയുള്ള മൊബൈൽ യൂണിറ്റുകൾ, Nagamu Eramu cultural exchange program in which students from tribal communities are reminded of their heritage and there's a sense of pride that is instilled in them for everything that they are and their heritage is. നമ്മുടെ ഈ ആദിവാസി കുട്ടികൾക്ക് അവരുടെ സംസ്കാരവും അവരുടെ ജീവിതശൈലികളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ സംസ്കാരവും പൈതൃകവും എല്ലാം അവർക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് ഉതകുന്നതാണ്. Another initiative is the new public health care center building. മറ്റൊരു ഉദ്യമം ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിച്ചതാണ്. And I'm proud to say that nearly 500 houses have been rebuilt under the life mission as well. അതുപോലെ തന്നെ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഏകദേശം 500 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു. And the highest expenditure under Mahatma Gandhi Narega in the district of 10.42 crores and almost 1,500 families that got 100 days of work. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം 14.5 കോടി രൂപയുടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു. 1500ഓളം കുടുംബങ്ങളിൽ അതിനുള്ള പേഴ്സൺ ഡേയ്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചതും എടുത്തു പറയേണ്ടതാണ്. These are achievements that all of us should be proud of. ഇത് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും അഭിമാനം കൊള്ളേണ്ട പ്രവർത്തനമാണ്. When I first came to Wayanad after the elections, ഞാൻ ഇലക്ഷന് ശേഷം ആദ്യമായിട്ട് ഞാൻ വയനാട് എത്തിയപ്പോൾ, I'm talking about the general elections last year. It was during the disaster and the flooding in Churanmala and in Mundakai. ഞാൻ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായത്. At that time, in the middle of the devastation and the pain and suffering that everybody was facing, I noticed one thing. ആ ദുരന്തത്തിനിടയിലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ഇടയിലും നമ്മുടെ ജനങ്ങളെല്ലാം വലിയ വിഷമത്തിലും അവർ വേദനയിലും കഴിഞ്ഞു പോകുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. I noticed how beautifully everybody was working together to help the victims of that disaster. ഞാൻ ശ്രദ്ധിച്ചത് ആ ദുരന്തത്തിന്റെ ഇരകൾക്ക് അല്ലെങ്കിൽ അവിടെ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് എത്ര മനോഹരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. That is the time that with my brother Rahul ji I attended a panchayat meeting for the first time. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. And before entering the meeting, Rahul ji told me, you see,
you will be impressed by the way the panchayats in Kerala function. ഞാൻ ആ യോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ നോക്കുക, ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കും. But even though he had told me that, I was not prepared for what I would see in the meeting. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ യോഗത്തിൽ എന്താണ് നടക്കുന്നതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. There were members who knew each and every family, each and every problem that had taken place, who needed what, where they were housed, what temporary camp they were in, every single detail, how much food, how much relief they were getting, every single detail was on their fingertips. ആ പഞ്ചായത്ത് അംഗങ്ങളുടെ കൈവിരലിൽ എന്ന പോലെ എത്ര പേർക്ക് ആ അവിടെയുള്ള കുടുംബങ്ങൾ ആരൊക്കെ എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അവരേത് ദുരിത ക്യാമ്പുകളിലാണ്, റിലീഫ് ക്യാമ്പിലാണ് എന്നറിയാമായിരുന്നു. അവർക്ക് എന്തൊക്കെ നഷ്ടം, വീടുകൾ ഉൾപ്പെടെ ഏതൊക്കെ നഷ്ടം സംഭവിച്ചു എന്നറിയുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒരു കൈവിരലിൽ എടുക്കാവുന്ന രീതിയിൽ ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അറിയാമായിരുന്നു. And the second time I saw the efficiency with which the panchayat units work was during my own election. When I saw that whichever party it was, whichever party, whether they were UDF members, LDF members, whichever panchayats, everybody was working in such an organized fashion towards the election. രണ്ടാമത് എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്താണ്. പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് സംബന്ധിച്ച് അത് ഇടതുമുന്നണി ആവട്ടെ അല്ലെങ്കിൽ UDF ആവട്ടെ, ഏത് മുന്നണിയാണെങ്കിലും ആ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകർ എത്രമാത്രം സജീവമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. And I must say that it made me extremely proud to see democracy working at this level, at the grassroots ground level, so efficiently and so beautifully. ഞാൻ ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടി പറയട്ടെ, അപ്പോഴാണ് കേരളത്തിൽ ഈ താഴെത്തട്ടിൽ, ഏറ്റവും താഴെത്തട്ടിൽ ഇത്രമാത്രം വലിയ രീതിയിൽ ജനാധിപത്യത്തിന്റെ ആഘോഷം നടക്കുന്നത് ഞാൻ കണ്ടത്. So I compliment all of you on the hard work you do and on the real groundwork that you do that supports democracy in our country today. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഏറ്റവും താഴെത്തട്ടിൽ ഈ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തെ ഞാൻ ആശംസിക്കുന്നു. I know that despite all your hard work and the great effort you put in, you also face many challenges. എനിക്കറിയാം നിങ്ങൾ ഇത്രമാത്രം കഠിന പ്രയത്നമിടുമ്പോൾ അത് വലിയ വെല്ലുവിളികളും നമ്മുടെ താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട്. Man-animal conflict in this entire area is a very big issue. മനുഷ്യ വന്യമൃഗ സംഘർഷം ഈ പ്രദേശത്തെല്ലാം ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. We all know that in a short period between the end of December and the middle of February, in that short period 7 people were killed in man-animal conflict around the Lok Sabha constituency of Wayanad. നമുക്കറിയാം വളരെ ചുരുങ്ങിയ ഒരു സമയത്ത്, ഡിസംബറിന്റെ അവസാനം മുതൽ ഫെബ്രുവരി വരെയുള്ള വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് തന്നെ എത്രമാത്രം മനുഷ്യരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. Aside from the loss of life, you also have loss of livelihood when animals come and destroy your crop. നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ ജീവനോപാധികൾ പോലും വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട്. On one of my visits here, I had a long discussion with the district magistrate of Wayanad, and we discussed how we can help to mitigate this problem. ഞാൻ എൻ്റെ ഒരു സന്ദർശന സമയത്ത് ഞാൻ ഡിസ്ട്രിക്ട് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയിരുന്നു. They explained to me all the efforts they are making and all that they need and in the ways that I can help them. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവർക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ വിശദമായിട്ട് ആ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. I also raised this matter in Parliament, urging the central government to take decisive steps to prevent the kind of hardship that you are going through because of this problem. ഞാൻ ഈ വിഷയം കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഏറ്റവും വലിയ രീതിയിൽ പരിഗണിക്കുകയും അതിന് തീരുമാനങ്ങൾ നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. And although it is a difficult problem to solve, I hope that all our collective efforts end up in a way that you will be alleviated from this issue and that life will become easier for you. അത് വലിയ കഠിനമായ പ്രയത്നം ആവശ്യമുള്ളൊരിതാണ്, വളരെ എന്താ പറയുക, ആശങ്കകളുള്ള വിഷയമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കണം.
നമ്മുടെ ജനങ്ങളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. Another point that the Kerala MPs took up recently in Parliament was the Manrega wages. I know that you are facing a lot of hardship because there are pending wages and there's delay in funds. കേരളത്തിലെ എല്ലാ എംപിമാരും ഒരുമിച്ച് ഉയർത്തിയ മറ്റൊരു വിഷയം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വേതനം ലഭിക്കാത്തതാണ്. നമുക്കറിയാം ആ വേതനം ഒട്ടേറെ കുടിശ്ശികയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. And we are going to put as much pressure as we can so that your funds are released. അതുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൽ പരമാവധി സമ്മർദ്ദം നമ്മൾ ചെലുത്തുകയാണ്. നിങ്ങളുടെ ആ പണം, നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുന്നതിന്. I know that here in Pulpalli you are known for your strength and for your resilience. എനിക്കറിയാം ഈ പുൽപ്പള്ളി എന്ന പ്രദേശം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തിനും നിങ്ങളുടെ ചെറുത്തുനിൽപ്പിനും പ്രത്യേകമായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. Many of you have come here from other districts and despite all the hardships you've made a success of your lives. നിങ്ങൾ പലരും മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇവിടെ ഒട്ടേറെ വെല്ലുവിളികളും കഷ്ടതകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിത വിജയം തെളിയിച്ചവരാണ്. The terrain here is difficult. You have the man-animal conflict. You have dense forestation. Yet you were able to build your lives and able to be successful. നമ്മളുടെ ഭൂപ്രകൃതി ഇവിടെ വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ വന്യജീവി സംഘർഷം വലിയ വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളികൾക്കെല്ലാം ഇടയിലും ഇവിടെ ജനങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. Dilip Kumarji and his team are an example of how with hard work and resilience and strength you can work for the community, you can perform different services for the community and support the community as it moves along into the future. ഈ സമൂഹത്തിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുന്നതിനും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സമൂഹത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദിലീപ് കുമാർ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം അഭിനന്ദനീയമാണ്. I want to congratulate you and the panchayat here for the stellar track record in healthcare, in housing and also in Mahatma Gandhi Narega. ഈ പഞ്ചായത്ത് കമ്മിറ്റിയെയും അതിന്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി പോലെയും ആരോഗ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം കൈവരിച്ച നേട്ടങ്ങൾ അത്രമാത്രം വലുതാണ്. And once again I congratulate you for this wonderful new building, for all the hard work that all of you put in. You should be immensely proud of yourselves because you represent the strength of our democracy and the strength of our nation. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത്രയും മനോഹരമായൊരു കെട്ടിടം ഇവിടെ പണിതതിന്, അതിന് പിന്നിൽ നിങ്ങളിട്ടിരിക്കുന്ന കഠിന പ്രയത്നത്തിന്, നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും മറ്റുള്ളിടത്തും മാതൃകയാവേണ്ടതാണ്. All the very best to all of you. Thank you.